പ്രിയമുള്ള പാമ്പാടിക്കര നിവാസികളെ, നമ്മുടെ നാടിനെ സമ്പൂർണ്ണ മദ്യവിമുക്ത ഗ്രാമമായി പ്രഖ്യാപിക്കുന്ന ഈ ചടങ്ങിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി AP ദാസപ്പൻ പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, വളരെ റിസ്ക് എടുത്താണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചത്. ഞങ്ങൾ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് പങ്കാളികളാണ്. നമ്മുടെ നാടിനെ നമുക്ക് സമ്പൂർണ്ണ മദ്യവിമുക്ത ഗ്രാമമായി പ്രഖ്യാപിക്കുന്ന ഈ വേള അടിച്ചു പൊളിക്കണം. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതെ, ആൾക്കാർ ബോറടിക്കും, മന്ത്രി വരാൻ താമസിക്കും. ഒരു പാട്ടിട്ടേരെ, ചുമ്മാ രസം. നിർത്ത്. ഒരു ഷാപ്പ് എങ്ങനെയാ പൂട്ടിക്കുമെന്ന് ഓർത്തിരിക്കും. അന്നേരം ഷാപ്പുകൾ തുറക്കുന്നുണ്ടെന്ന്. മദ്യവിരുദ്ധം, മദ്യവിമുക്തം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ തോരണം കെട്ടാൻ ഒരുത്തനെ ഏൽപ്പിച്ചിട്ട് അവൻ എവിടെ പോയി മന്ത്രി വന്നാലും ഇതിനൊക്കെ വല്ല അർത്ഥമുണ്ടോ? അർത്ഥം നോക്കിയാണോ, ഈ വ്യാകരണമൊക്കെ നോക്കിയാണോ നമ്മൾ തോരണം കിട്ടുന്നത്? അതല്ലെന്ന്, ഈ പൂർണ്ണമായ ഈ സമ്പൂർണ്ണമായ മദ്യമുക്തമായ കിണാശ്ശേരി, അതാണല്ലോ ഗാന്ധിജിയുടെ സ്വപ്നം എന്ന് ആര് പറഞ്ഞു? ഇന്നസെന്റ് കേറി വരുമ്പോഴേ ഊളക്കോമഡി പറയാതടാ. ഊളക്കോമഡി പറഞ്ഞല്ല, പിന്നെ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു മനസ്സിലാക്കുന്ന സിനിമ. അതിനകത്തെന്താ? ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇന്നസെന്റ് വെള്ളം അടിച്ചു വന്ന് അലമ്പുണ്ടാക്കുന്നുണ്ട്. നീ ഉണ്ട്. അതുപോലെ നമ്മളെ മോനെ എങ്ങനെ വെള്ളം അടിച്ച് വിടുന്ന അലമ്പുണ്ടാക്കുന്ന എന്റെ പേടി. മോനായുടെ കാര്യത്തിൽ നീ പേടിക്കണ്ട. ഞാൻ നമ്മുടെ സദാശിവന്റെ 1 ലിറ്ററിനുള്ള പൈസ കൊടുത്ത് വിട്ടിട്ടുണ്ട്. അവൻ അവിടെ കൊണ്ടുപോയി ബോധം കെടുത്തി കിടത്തിക്കോളൂ. അവനും കൂടി കള്ളൂടി കെടുത്തിയാലേ നമുക്ക് ഈ സമ്പൂർണ്ണ മദ്യവിമുക്ത ഗ്രാമമാക്കി പാമ്പാടിക്കരെ മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ്. നടക്കുവോ? അവൻ കള്ളൂടി നിർത്തുവോ? ഉറപ്പല്ലേ? അവിടെ കൊണ്ട് നിർത്തിയിരുന്നു. അവിടെ കൊണ്ട് നിർത്തിയത്. അതെ, നിങ്ങൾ ഇവിടെ ഇങ്ങനെ കഥയും പറഞ്ഞോണ്ട് നിൽക്കുവാണോ? ഈ ഭാരപ്പെട്ട പണി മുഴുവൻ ചെയ്യാൻ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടെ. എടാ, നീ ചടങ്ങിന്റെ ആരാ? നീ ചടങ്ങിന്റെ ആരാ? എടാ, നീയാണ് ഭാരവാഹി. ഈ ചടങ്ങിന്റെ മുഴുവൻ ഉത്തരവാദിത്തമുള്ള ഭാരവാഹി നിങ്ങളൊക്കെയോ? ഞങ്ങൾ വരും നിസാരം സെക്രട്ടറിയും പ്രസിഡന്റ്. നീ അങ്ങനെയല്ല, നീയാണ് ഭാരവാഹി. നിങ്ങൾ വെറും സെക്രട്ടറിയും പ്രസിഡന്റ്. അപ്പൊ ഞാനാണ് ഇതിന്റെ ഭാരവാഹി. അപ്പം ഞാൻ ഭാരവാഹി. ശരിക്കൊരു കഷ്ടം നോക്കണേ, ഇത്രയും വലിയ വിഡി. ഇവിടെ ഒന്ന് എന്തോ അല്ലെ വേണ്ട, ശരിയാവില്ല. അങ്ങനെ പറയരുതേ. ഏൽപ്പിച്ചു. ഞാനാണോ ഇതിന്റെ ഭാരവാഹി? എന്നാ കാര്യം ഉണ്ടല്ലോ എന്നോട് പറഞ്ഞോളാം. ഞാൻ ചെയ്തോളാം. അത് വേണ്ട, കുഴപ്പമില്ല. വേണ്ടേ, ഞാൻ ചെയ്തോളാം. എന്നാന്ന് വെച്ചാൽ പറഞ്ഞേ. ചെയ്യുന്നു കൃത്യമായിട്ട്. എടാ, മന്ത്രി വരുമ്പോ കറക്റ്റ് ആയിട്ട് പടക്കം പൊട്ടിക്കണം. മന്ത്രി വരുമ്പോ കറക്റ്റ് ആയിട്ട് പടക്കം പൊട്ടിക്കണം. സിമ്പിൾ അല്ലേ? അതിന് നീ സിഗ്നൽ കൊടുക്കണം പടക്കക്കാരന്. ഓക്കെ, സിഗ്നൽ കൊടുത്തോളാം. ഉറപ്പാണോ? ഉറപ്പാ. വേറൊരു കാര്യം, എങ്ങാനും മോനായി ഇറങ്ങി തിരിഞ്ഞ് വന്നാൽ അപ്പൊ നീ ഞങ്ങൾക്കൊരു സിഗ്നൽ തരണം. ഇത്രയും വലിയ കാര്യമുള്ളൂ? അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ ഇത്? അല്ല, നീ എന്ത് സിഗ്നൽ ഞങ്ങൾക്ക് തരും? മോനായി വരുമ്പോ ഞാനൊരു വിസിൽ അടിച്ചേക്കാം. അല്ല, ചോദിക്കട്ടെ, ഈ മന്ത്രി വരുമ്പോ ഈ ആർച്ചിന്റെ മുകളിൽ വെക്കാൻ വേണ്ടി ഈ കൊലച്ച വാഴ വെച്ചിട്ടുണ്ടോ? അതൊക്കെ വാഴ കിട്ടി, പക്ഷെ കൊലച്ചതല്ല. കൊലച്ച വാഴ വേണമെന്ന്. എടാ, മന്ത്രിയല്ലേ, എപ്പോഴെങ്കിലേ വരുള്ളൂ. അപ്പൊ ഇത് കൊലച്ചോളൂ. നമ്മുടെ മന്ത്രിയല്ലേ. പ്രിയമുള്ളവരെ, നമ്മളെവരും ആകാംക്ഷയുടെ കാത്തിരുന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്ത് പറ്റി? മന്ത്രി വന്നില്ല. പിന്നെ എന്തിനാണ് ഈ പടക്കം പൊട്ടിച്ചത്? അത് അവന്മാര് സിഗ്നൽ തെറ്റിച്ചല്ലേ. അവന്മാർക്ക് നീ എന്ത് സിഗ്നലാ കൊടുത്തത്? അവന്മാരോട് ഞാൻ വിസിലടിക്കാന്നാ പറഞ്ഞത്. എടാ, മോനായി വരുമ്പോ നീ വിസിലടിക്കാന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. മോനായി വരുമ്പോഴും വിസിലടിക്കാന്നാ ഞാൻ പറഞ്ഞത്. നീ എന്ത് മണ്ടത്തിലാണ് കാണിച്ചത്? 2 പേർക്ക് ഒരു സിഗ്നൽ കൊടുക്കാവോ? അയ്യോ, എന്നെ അങ്ങനെ ഒരു മണ്ടരായിട്ടൊന്നും നിങ്ങൾ കാണാ. ഇതെന്റെ ഒരു ചെറിയ പ്ലാനിങ് അല്ലായിരുന്നു. പ്ലാനിങ്ങോ? ഇത് കണ്ടോ? എന്ത്? റെഡ് വിസിൽ, ബ്ലൂ വിസിൽ. മോനായി വരുമ്പോൾ ഞാൻ ഈ റെഡ് വിസിൽ അടിക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. നീ പ്ലാൻ ചെയ്തത്? മന്ത്രി വരുമ്പോഴത്തേക്കിന് ഈ വിസിൽ അടിക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. മോനായി വന്നു, ഞാൻ റെഡ് വിസിൽ അടിച്ചു. അപ്പൊ അവന്മാര് പടക്കം പൊട്ടിച്ചു. ഞാനാണോ തെറ്റ് ചെയ്തത്? സിഗ്നൽ തെറ്റിച്ച് അവരല്ലേ. 10 പൈസ തരത്തില്ല. അവരാണ് ഭാരവാഹി. ഏത് നിമിഷം മോനായി ഇങ്ങോട്ട് കേടി വരും. ഒരു കാരണവശാലും ഈ സ്റ്റേജിലോട്ട് കയറ്റരുത്. മോനായി വന്നാലാണ് നീ സിഗ്നൽ അടിച്ചത്. അപ്പൊ അവനെ കേട്ടരുത്. എന്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് അവന് കയറാൻ പറ്റൂ. എന്റെ ശവത്തെ ചവിട്ടി അവൻ കയറും. അവൻ ഏത് വഴിയും വരും, ഓടി വരും അവൻ. അവിടെ പാത്രം ഇരിപ്പുണ്ടേ. മനുഷ്യച്ചങ്ങനെയാണോ? മനുഷ്യച്ചങ്ങലൊന്നും അല്ലെന്ന്. നമ്മുടെ മോനായി വരുമ്പോ തടയാൻ നിൽക്കുമോ ഞങ്ങള്? എന്റെ സഹായം എന്തെങ്കിലും വേണോ? വേണ്ട, ഞങ്ങൾ പറഞ്ഞോളാം. ഇവിടെ ശ്രദ്ധിക്കണം. മണ്ടന്മാര് ഇവര് ഏത് വഴി വന്ന്?
എടാ നിനക്കൊക്കെ ഒരു ഒറ്റ വഴിയുള്ളൂ, മോനായിക്ക് പല വഴിയുണ്ട്. ഇവൻ ഈ പരിപാടി അലമ്പാക്കാൻ വേണ്ടി മാത്രം വന്നാണ്, എനിക്ക് ഉറപ്പുണ്ടത്. എടാ ഞാൻ നിന്റെ ഒന്നും പരിപാടി കുളവാക്കാൻ വേണ്ടി പിന്നെ വന്നത്. എന്തിനു വന്നാ? എന്റെ ഭാര്യ ഇവിടെ ഒരു പുള്ളി ആളെ ഒന്ന് കണ്ട് കൊണ്ടുപോകാനായിട്ട് വന്നതാണ് ഞാൻ. പക്ഷെ നിന്റെ ഭാര്യ ഇവിടെ എങ്ങനെ വരാടാ? എടാ നിനക്ക് അവിടെ സോ അറിയാൻ മേലാത്തതാ. 4 പേര് കൂടുന്നിടത്ത് അവൾ നടുക്കുകയാണ്, അതാ അവിടെ ക്യാരക്ടർ. അപ്പൊ അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും, അവളെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഇതല്ലേ ഭാര്യ? എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ട് പോ, ഞങ്ങൾ ഈ ചടങ്ങൊന്ന് മനോഹരമായിട്ട് നടത്തട്ടെ. ആയിക്കോട്ടെ. ആ എന്തൊക്കെയായിരുന്നു കുപ്പി മലത്തിൽ കിടക്കാന്നൊക്കെ പറഞ്ഞിട്ട്? സദാശിവൻ ചതിച്ചതാ. ആഹാ, എന്നെ ഇരിപ്പാ, ഇത് രാജകീയമായ ഇരിപ്പാടില്ല. എൻ്റെ രണ്ടാമത്തെ ഭാര്യയുടെ അതേ കണ്ണ്, അതേ മൂക്ക്, അതേ ചെവി, അതേ ചിരി. അയ്യേ. ഏ? അല്ല ചേട്ടൻ എത്ര ഭാര്യമാരുണ്ട്? ഏ? എത്ര ഭാര്യമാരുണ്ട്? എനിക്കിപ്പോ ഒരു ഭാര്യയേ ഉള്ളൂ. ആ കാര്യം മനസ്സിലായി. പ്രപ്പോസ് ചെയ്യാൻ നോക്കുന്നില്ല, അത് ആ പരിപ്പ് ഇവിടെ വേവില്ല കേട്ടോ. ഇല്ല 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 അപ്പൊ തൽപരേക്ഷിയല്ല. ഇല്ല. പോട്ടെ. 2 വില്ലന്മാർ ഇരിപ്പുണ്ടല്ലോ. എനിക്കറിയാം, ഞാൻ നിങ്ങളുടെ പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട്. മോനായി മര്യാദ കേട്ടോ, ഞാൻ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാം. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ നിങ്ങളുടെ പരിപാടിയൊക്കെ അല്ല അമ്പലപ്പുറമ്പിലും വന്ന് കാണണ്ട കേട്ടോ. ഈ ചേട്ടനെ എനിക്കറിയാം, അങ്ങനെ വെച്ച് ചിരിക്കണ ആളല്ലേ. പരിപാടി കണ്ടിട്ടുണ്ട്. നിങ്ങൾ കള്ളുകൂടിയൊക്കെ ചെയ്യുന്നല്ലോ, നമ്മുടെ പരിപാടിയൊക്കെ ചെയ്യുന്നതല്ലേ. അൽസണ്ണന്റെ പരിപാടി ഞാൻ എപ്പോഴും എത്രയോ പ്രാവശ്യം കണ്ടെന്നറിയോ. എന്തോന്നാടാ പരിതപ്പെട്ടിട്ടേ അങ്ങനെ ചെയ്യുന്ന ആളല്ലേ. നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം. നിങ്ങളെയൊക്കെ കണ്ട കേട്ടോ നമ്മളിങ്ങനെ ആയത്. അങ്ങനെ നിങ്ങളെയൊക്കെ കണ്ട കേട്ടോ നമ്മളിങ്ങനെ ആയത്. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കും. ഞങ്ങളെ കണ്ട് നിങ്ങൾ ഇങ്ങനെ ആയെന്ന് പറഞ്ഞാൽ നാട്ടുകാരെന്ത് വരും നിങ്ങളെ പറ്റി? ഞങ്ങൾ കാണിക്കുന്നത്, ഞങ്ങൾ കളുടെയും കാണിച്ചിട്ട് ഇങ്ങനെ പിന്നെ ഹീറോ ആയി നിൽക്കുന്നൊന്നുമല്ല. അടികൊണ്ട് താഴെ വീഴുന്നതും സമൂഹത്തിന് മുന്നിൽ തെറ്റുകാരാവുന്ന രീതിയാണ് ഞങ്ങൾ അഭിനയിക്കണം. അല്ലാണ്ട് നിങ്ങളെ പോലെ ജീവിതത്തിൽ അഭിനയിക്കാറില്ല. നിങ്ങൾ എന്തിനാ അനുകരിക്കുന്നത്? എന്തിനാണ് ഉണ്ട് മടക്കി കുത്തിയതല്ല, ഇല്ല മേളത്തെ കുത്തഴിച്ചിട്ടാണ് ഇപ്പൊ അഭിനയിക്കുമായിരുന്നല്ലേ? ഞങ്ങൾ അഭിനയിക്കുന്നതാണ്. അപ്പൊ ചതിയായിരുന്നു നിങ്ങൾ കാണിച്ചത്. എന്നോട് ഞാൻ അടങ്ങുന്ന ഒരു സമൂഹത്തിനോട് നിങ്ങൾ ചതിയാ കാണിച്ചത്. നിങ്ങളെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയി. ഇങ്ങനെ ഓക്കെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചെയ്യുന്ന തൊഴിലിനോട് ഒരു ശകലെങ്കിലും ആത്മാർത്ഥം വേണം കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഞങ്ങളുടെ തൊഴിലാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്. നിങ്ങൾ സംസാരിക്കില്ല, നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഇങ്ങനെ നിങ്ങൾ 1 ബ്രൂട്ടസ്, 2 ബ്രൂട്ടസ്, 2 ബ്രൂട്ടസ്. ഞങ്ങളൊരു ശകല സമയം തന്നു എന്നുള്ളത് സത്യം. ഇനി ദൈവത്തെ ഓർത്ത് വീട്ടിൽ പോകും. പ്ലീസ്. ഇപ്പോഴത്തെ ഞാൻ എന്റെ ഭാര്യ കൊണ്ട് പോകത്തുള്ളൂ പറഞ്ഞു. വിളിച്ചോണ്ട് പോ ഭാര്യനെ. എനിക്കറിയാം, അവളിവിടെ എവിടെ ഒരു പോട്ട് എനിക്കറിയാം, കൃത്യമായിട്ട് അറിയാം. മന്ത്രി ഇപ്പൊ എല്ലാം കുളവും ഞാൻ പറഞ്ഞുതരാം. മദ്യവിമുക്ത പരിപാടിക്ക് വന്നിരിക്കുന്ന ഇരിപ്പ് 30 കിലോമീറ്റർ അപ്പുറത്തുള്ള ബ്യൂറേജിലേക്ക് ഞാൻ സൈക്കിൾ ആഞ്ഞ് ചവിട്ടി പോകുമ്പോ എന്റെ ക്യാരിയറെ ലിഫ്റ്റ് ചോദിച്ചു വന്ന് സാധനം മേടിക്കുന്ന ആളാ. ചിരിക്കണ്ട, ഇതിനെ പിഴിഞ്ഞാ കിട്ടും 4 ലാർജ്. താടിയൊക്കെ പൊട്ടി വന്ന് ഇരിപ്പുണ്ട്. മക്കളെ, കുരുത്തക്കേട് കാണിക്കരുത്. കണ്ട് വീണ് ഇവിടെയൊക്കെ പൊട്ടത്തില്ല, കൈയും കാലും കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ മൂത്തവരെ ബഹുമാനിക്കണം, മൂത്തവരോട് ചീത്തയൊന്നും പറയരുത്. ഈ പ്രായത്തിൽ മൂത്തവരോട് ചീത്തയൊന്നും പറയരുത്. എന്തുകൊണ്ടാണെന്നറിയോ? വലുതാകുമ്പോൾ സ്റ്റോക്ക് തീർന്നു. അതാണ് ഭാര്യ. എവിടെ നിന്റെ ഭാര്യ? അതിനൊരു നിന്റെ ഭാര്യ ഒരു വഴിയുണ്ട്. അതുണ്ട്. എന്റെ ഭാര്യയെ എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് കല്ലെന്തിനാ? ഒരു മിനിറ്റ്. എന്ത് മോനായി അറിയില്ലെന്ന്? മോനായി എനിക്ക് വയ്യ. നശിപ്പിച്ച് എനിക്ക് കള്ളു കുടിക്കുമ്പോ കണ്ണ് കാണാൻ മേലുന്നുള്ളൂ, പക്ഷെ എന്റെ ഉന്നം കറക്റ്റ് ആയിരുന്നു. എവിടെയെങ്കിലും ഒരു നല്ല പരിപാടിക്ക് പോയിരുന്ന അവിടെ എല്ലാം കള്ളം കുടിച്ചോണ്ട് കയറി വരും. ബാക്കിയുള്ളത് നാണം കെടുത്താനായിട്ട് എനിക്ക് മടുത്തു. നീ ജീവിക്കണ്ട. ഇത് കിടന്ന് കാണിക്കുമ്പോ അവിടെ ചെവിയെ കിടന്ന് തൂങ്ങുന്ന ആ ജിമിക്കുണ്ടോ, അത് ഞാൻ കുടിച്ചിട്ടിട്ട കുപ്പിക്ക് വിറ്റിട്ടുണ്ടാക്കിയ കാശുകൊണ്ട് മേടിച്ചിട്ട സാധനമാണ്. എന്നിട്ട് അതിനകത്തൊന്നും ഒരു 100 രൂപ ഞാൻ ചോദിച്ചിട്ട് ഇവിടെ തന്നില്ല, അറിയോ? അയ്യോ, ഇനി അതിന്റെ കൂടെ കുറവേ ഉള്ളൂ. ഒരു 10 രൂപ എവിടെയെങ്കിലും കൊണ്ടുവച്ച 1 രൂപ എടുത്തോണ്ട് പോകും. മുളക് പാട്ട വെക്കാൻ പറ്റത്തില്ല, മല്ലിപ്പാട്ട വെക്കാൻ പറ്റത്തില്ല, അരിപ്പാട്ട വെക്കാൻ പറ്റത്തില്ല, എന്തിനേറെ പറയുന്നു ബ്ലൗസിനകത്ത് പോലും വെക്കാൻ പറ്റത്തില്ല. എടുത്തോണ്ട് പോകും. ഒരു മിനിറ്റ്, ആദ്യം പറഞ്ഞ 3 പാട്ടയുടെ കാര്യം ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു, എന്റെ തെറ്റാണ്. ലാസ്റ്റ് പറഞ്ഞ സ്ഥലത്തൊന്ന് പൈസ എടുക്കുന്ന ആരാന്ന് എനിക്കറിയണം. എന്റെ മോനായി വീട്ടിൽ പോയി കിടന്ന് ബലം ഉണ്ടാക്കുക. നിങ്ങളുടെ സംശയമൊക്കെ വീട്ടിലാകാൻ പാടില്ലേ? അന്ന് തുടങ്ങിയ സംശയം
കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് തുടങ്ങിയ സംശയമൊക്കെ എന്നെ മുടി നീ അങ്ങനെ പറയരുത്, ഞാൻ പറയും അങ്ങനെ പറയരുത്. ഞാൻ പറയും അങ്ങനെ കല്യാണം പറയരുത്. കഴിഞ്ഞ അന്ന് തൊട്ട് ഇയാൾക്ക് എന്നെ മുടിഞ്ഞ സംശയമാണ് സംശയമാണ് സംശയമാണ്. സുജാത, നീ അങ്ങനെ പറയല്ലേ. എന്താ പറഞ്ഞ എനിക്ക് കല്യാണത്തിന് മുമ്പ് നിന്നെ സംശയം ഉണ്ടായിരുന്നു. അല്ല പിന്നെ ഒരു കാര്യം ആലോചിക്കണം. അല്ല പിന്നെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പിൽ വെറും അരമണിക്കൂർ മാത്രം കണ്ടപ്പോ ഞാൻ ദേ ഇങ്ങനെ കാണിച്ചപ്പോ എന്റെ കൂടെ ഇറങ്ങിപ്പോയതോളെ ഇവള്. അപ്പൊ ഇവളെ സംശയിക്കണ്ടേ? വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം കാരണം ഇയാടെ കൂടെ ഇറങ്ങിപ്പോയതാ. ഇപ്പൊ ഇയാടെ വെള്ളമടിയാ എന്റെ ഏറ്റവും വലിയ ദുരിതം. ദൈവമേ, ഒരു വെള്ളപ്പൊക്കം വന്ന് ഇയാൾ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളെ കുടുംബ പ്രശ്നം വീട്ടിൽ പോയി തീർത്തോ. ഇവിടെ ചടങ്ങ് നടക്കാൻ പോവാണ്, മനസ്സിലായോ? ചേച്ചി ചേച്ചി കരയില്ലേ ചേച്ചി, വിഷമിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ചേച്ചി ചേച്ചി കരയാതെ, ചേച്ചി വിഷമിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ചേച്ചി ചേട്ടൻ വന്നിട്ടുണ്ട്. ചേച്ചി വിഷമിക്കാതെ, നിങ്ങൾ രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് വീട്ടിലോട്ട് പോകും. ചേച്ചി ഇതെന്താ ഇയാൾ കയറുന്നേ? ദേ ചേട്ടൻ അടക്കം എടുക്കുന്നുണ്ട്. ചേച്ചി ചേട്ടൻ്റെ കൂടെ പോകും. ദേ ഇയാളെന്താണ് പേപ്പർ വലിച്ചു കയറിയിട്ടത്? അത് പൂവില്ലാതിട്ടാ, ബ്യൂറേജിലെ ബില്ല് അത് കയറി എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ രണ്ടുപേർക്ക് ഇറക്കി ഇനി ഒരു ശല്യമായി, ഒരു ഭാരമായി ഈ മോന ഇനി ഉണ്ടാവില്ല. I want humble request to you too. എനിക്കൊരു അപേക്ഷ ഉണ്ട്. എന്താ അപേക്ഷ? നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ പേരിടണം, കുണ്ടറ മോനായി. മോനെ വൃത്തിയോടെ പറയരുത്. ഈ നിൽക്കുന്ന ചേച്ചി എനിക്ക് എന്റെ പെങ്ങളെ പോലെ അറിയോ? എല്ലാരും നിന്നെ പോലെ അല്ല, ഞങ്ങൾ പെങ്ങളെ സ്ഥാനത്ത് കാണുന്നത്, അറിയാമോ? കണ്ടോ? അത് ശരി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബന്ധം ക്ലിയറാക്കിയ സ്ഥിതിക്ക് ഇപ്പൊ കിട്ടാൻ ആങ്ങാമാരോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്ത് കാര്യം? നിങ്ങളുടെ ഭാര്യയെ കിട്ടുകയിൽ എനിക്ക് ഇച്ചിരി ശ്രീധരം കിട്ടാണ്ട് അതിപ്പോ തരും. എന്റെ കൊക്കിന് ജീവനോടാ ഞാൻ തരും. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം പോയി കേട്ടിരുന്നു? ഞാനല്ലേ ഇതിന്റെ ഭാരവാഹി. ഞാൻ വേണ്ട. അത് ശരി. കാര്യങ്ങൾ തീരുമാനമായ സ്ഥിതിക്ക് ഓക്കെ, നമുക്ക് എടി കൊച്ചേ എന്റെ പൊന്നുമോൻ വീട്ടിലോട്ട് പോയി. ഒന്ന് വീട്ടിലേക്ക് വിളിച്ചോണ്ടേ പ്ലീസ്. വീട്ടിൽ പോ. ചെല്ലി ചേച്ചി, ഞാൻ വന്നേക്കാം. അല്ല പറഞ്ഞു പൊക്കോ. പെട്ടെന്ന് വരണേ. ഇവളുടെ ഈ വിളിയ എല്ലാത്തിനും കാരണം. ഒന്ന് പോയേടി നീ, പെട്ടെന്ന് പോയേ പ്ലീസ്. പോയെ. എങ്ങോട്ടാ? ഇങ്ങോട്ട് പോ. അവിടെ വീട് പോലെ അവിടെ മറന്നുപോയി 10 ആണുങ്ങളെ കണ്ടപ്പോഴത്തേക്കിനും. വരാന്ന് പറഞ്ഞില്ലേ? എന്റെ ദൈവമേ. നമ്മളവിടെ ചെന്നിട്ട് ഒരു പാത്രം എടുത്ത് അതിനകത്ത് ഇച്ചിരി ചോറും ഇച്ചിരി കറി ഒഴിച്ചു വെക്ക്. എനിക്ക് വന്ന് സിസർ കട്ട് അടിക്കാനാണ്. ഹലോ, ആ പൈസയുടെ ബാക്കി കാര്യം പറഞ്ഞില്ല. എത്ര രൂപ കിട്ടാണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അത് തറവാടി തളിയെ ഞാൻ പറഞ്ഞു തരാം എത്ര രൂപ കിട്ടാണ്ട്. ബാക്കി തുകയല്ലേ ഞാൻ പറഞ്ഞു, എനിക്കറിയാം. അതിലെ പോയവര് പിടിച്ചു വരുത്തിയിരിക്കുന്നു. അല്ല, ബാക്കി കാശിന്റെ കാര്യം സംസാരിക്കും. മോനെ കാല് പിടിച്ച് പറയാം. മന്ത്രി വരുന്ന ഫംഗ്ഷൻ ആണ്, പോലീസുകാരുണ്ടാവും. നീ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോകും. മന്ത്രി പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആരോട്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആരോട്? മന്ത്രിയോട്. മന്ത്രിയോടോ? ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മന്ത്രിയോടൊന്ന് പറയാലോ. മന്ത്രിയോട് നിനക്ക് അതിനുള്ള അവകാശം ഒരു ഇന്ത്യൻ പൗരനുണ്ട്. അല്ല, എന്താ നീ ചോദിക്കുന്നത്? ഞാൻ പറയാം. ഇപ്പൊ ഈ ബ്യൂറേജ് സാധനം വിൽക്കുന്ന ആരാ? സർക്കാർ. അതിന്റെ കാശ് മേടിക്കുന്ന ആരാ? സർക്കാർ. ഓക്കെ, ഇതടിച്ചിട്ട് റോട്ടിൽ ഇറങ്ങുമ്പോ പോലീസുകാർ ഒന്ന് തടയുമ്പോ പെറ്റി അടയ്ക്കുന്ന കാശ് ആരാ കൊണ്ടുവന്നേ? സർക്കാർ. അപ്പൊ കരക്കാരുടെ കാശ് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണോ സർക്കാർ? നീ സർക്കാരിന്റെ കുറ്റം പറഞ്ഞോണ്ടിരുന്നോ? നീ ഇങ്ങനെ കുടിച്ചു കിടന്നാലേ ലിവർ കേടായ അവസാനം നിനക്ക് ലിവർ സിറോസ് വരും. നോക്കിയാ നീ. എനിക്ക് ലിവർ ഫിറോസ് വരില്ല. ആരാ? എനിക്ക് ലിവർ ഫിറോസ് വരില്ല. വരില്ല. എന്റെ വയറ്റിൽ രണ്ടറകളാണ്. അതെന്തിനാ? ഏറെ ആഹാരത്തിനുള്ളത്, ബി ഏറെ ബ്രാൻഡിക്കുള്ളത്. അതുകൊണ്ട് ഒരെണ്ണം പോയാലും മറ്റത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കയറും. നീ പോയിക്കോ, ഞാൻ പറഞ്ഞുതരാം. നീ അടി പേടിക്കുവിടുന്നു. ഇവിടെ കുറച്ച് മാന്യന്മാർ നിൽക്കുന്ന സ്റ്റേജാണത്, മനസ്സിലായോ? സ്റ്റേജ് മാത്രമല്ല, ഓഡിയൻസിലും എല്ലാം മാന്യന്മാരുണ്ട്. അതുകൊണ്ട് എന്ത് ഈ മാനിന്റെ നെറ്റിയിൽ ഒരു പാട് കേട്ടോ, ഒന്ന് കാണിച്ചു കൊടുത്താടാ നല്ല വൃത്തിക്ക്. അല്ല, അത് ഞാൻ കണ്ടു. എന്നാ പറ്റിയാന്നറിയോ? ഇല്ല. വട്ടപ്പാറ അമ്മയുടെ മുറ്റത്ത് മൂക്ക് കുത്തി വീണതാ. തോന്നിയാസം പറയരുത്. രാത്രി ഞാൻ റോട്ടിൽ കൂടെ ഓടുമ്പോ പോസ്റ്റിലടിച്ചാണത്. അതാണ് നിനക്ക് തെറ്റുപറ്റിയത്. നീ ഇടിച്ചത് പോസ്റ്റിലല്ല, എന്നെയാ. ഇരുട്ടത്ത് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഇരുട്ടായതുകൊണ്ട് നീ എന്നെ കണ്ടില്ല, പക്ഷെ ഞാൻ നിന്നെ കണ്ടു. എടാ, എനിക്കൊരു സംശയം. ഈ രാത്രി 12 മണിക്ക് നീ എന്തിനാടാ വട്ടപ്പാറ അമ്മണിയുടെ വീട്ടിൽ പോയത്? ഞാൻ ഈ ഫംഗ്ഷൻ ക്ഷണിക്കാൻ പോയി. രാത്രി 12 മണിക്കോ? അത് പിന്നെ ആളൊഴിഞ്ഞ സമയത്തല്ലേ എനിക്ക് പോയി ക്ഷണിക്കാൻ പറ്റും. അതാണ് ആളൊഴിയാൻ കാത്തുന്നത്. രാത്രി 12 മണി അത് എന്റെ കുറ്റമല്ല. അതെ, ഇവന്റെ കുറ്റമല്ല കേട്ടോ. രാത്രി 12 മണിക്ക് അമ്മണി ഇവന്റെ ക്ഷണം സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. അതാണ് അല്ലാതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രാത്രി 12 മണിക്ക് താൻ എന്തിനാ അവിടെ പോയത്? അമ്മയുടെ വീട്ടിലെ ക്ഷണം കഴിഞ്ഞ് നീ എന്റെ വീട്ടിൽ ക്ഷണിക്കാൻ വരുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ നിന്നതാണ്.
2000 രൂപയുണ്ട്, നാറ്റിക്കരുത്. ഈ പൈസ കിട്ടുന്ന മദ്യം മൊത്തം നീ മേടിച്ച് കഴിച്ച് എവിടെങ്കിലും വീണോണം. ഇവിടെ വന്ന് നാണം കെടുത്തരുത് ദൈവത്തോട്. എടാ ഈ 2000 രൂപ കൊണ്ട് കാര്യമില്ലെന്ന്. ഇന്നത്തെ ദിവസം ഈ 2000 രൂപ ഒരു കാര്യമില്ല. അതെന്താ കാര്യമില്ലാത്ത? എടാ 1:45 ആയില്ലേ ഇപ്പൊ? 1:45. ഞാൻ ഇവിടുന്ന് സൈക്കിളും ചവിട്ടി 30 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ബ്യൂറേജിന്റെ അവിടെ പോയി സാധനം മേടിക്കാൻ ചെല്ലുമ്പോ 2 മണി കഴിയുമെന്ന്. ഈ 2 മണി കഴിഞ്ഞാൽ എന്താ കുഴപ്പം? എടാ ബ്യൂറേജിൽ കണക്കെടുപ്പല്ലേ, 2 മണിയാകുമ്പോ ബ്യൂറേജ് പൂട്ടുവന്ന്. ശരി, മദ്യവിരുദ്ധന്മാരല്ലേ എന്ത്? ബ്യൂറേജ് പൂട്ടുന്നത് കേട്ടപ്പോ എല്ലാരും ഓടി രക്ഷപ്പെട്ട്. ശരിക്കും ഇപ്പൊ ഈ സമിതിയുടെ ഭാരവാഹി ഇപ്പൊ ഞാനാണെന്ന് തോന്നുന്നത്. അല്ല, ആരും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്, നന്നാവൂല്ല ഒരുത്തരും. അതാണ് എന്റെ. അപ്പോൾ